എഡിറ്റേഴ്സ് ചോയ്സ് ഇനി കഷ്ടിച്ച് 6 മിനിറ്റ് മാത്രം ബാക്കി. വളരെ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു നിർത്തണമെന്ന് അപേക്ഷിക്കുന്നു. സമയക്കുറവുകൊണ്ട് മാത്രമാണ്. പെട്ടെന്ന് രാംകുമാർ സാറിലേക്ക് വരാൻ മുമ്പ് ശ്രീ PM നിയാസ്, വളരെ പെട്ടെന്ന് അങ്ങയുടെ പ്രതികരണം. നമുക്ക് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, വർഗീയ കക്ഷികളെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകളെ തരം പോലെ തങ്ങൾക്ക് അനുകൂലമായി മത്സരിപ്പിക്കുകയോ അപ്പോൾ അവർക്ക് വർഗീയതയില്ല. അവർ മറ്റേതെങ്കിലും മുന്നണിയിലേക്ക്, എതിർ മുന്നണിയിലേക്ക് വോട്ട് ചെയ്താൽ അത് വലിയ ദുരാണ്. ഷോൺ പറഞ്ഞതൊരു കാര്യം, ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു ഉപതെരഞ്ഞെടുപ്പിൽ, അവരെ ആര് പിന്തുണച്ചാലും ആ പിന്തുണ സ്വീകരിക്കുക എന്നത് ജനാധിപത്യ മര്യാദയല്ലേ? ഇപ്പോൾ ഷോണിൻ്റെ പിതാവ് എത്ര തവണ മത്സരിച്ചപ്പോൾ ഷോണിൻ്റെ പിതാവ് ആഗ്രഹിച്ച ആളുകൾ മാത്രമാണോ വോട്ട് ചെയ്തത്? അല്ലല്ലോ. അതിനർത്ഥം ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. അവിടെ ആരെല്ലാം എനിക്ക് വോട്ട് ചെയ്യുന്നു, ആരെല്ലാം പിന്തുണ തരുന്നു, ആ പിന്തുണയെല്ലാം നമ്മുടെ ഒരു എന്തെങ്കിലും ലിഖിതമായോ അല്ലെങ്കിൽ അലിഖിതമായോ ഒരു കരാറില്ലാതെ ആരുടെ പിന്തുണയും സ്വീകരിക്കുക എന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിലെ സാധാരണ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിച്ചോ ഒരാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ബന്ധമുണ്ടാവുന്നുണ്ടോ? ബന്ധമെന്ന് പറയുന്നത് അലയൻസാണ്. അലയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ BDJS ഒക്കെ ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധമാണ്. അതുപോലൊരു ബന്ധം ഞങ്ങൾക്ക് വർഗീയ കക്ഷികളുമായി ഇല്ല. ഇപ്പോൾ എൻ്റെ ജില്ലയിലൊക്കെ മുക്കം നഗരസഭ നമുക്ക് എളുപ്പം കിട്ടുമായിരുന്നു. നമ്മുടെ വെൽഫെയർ പാർട്ടിയുമായോ ജമാഅത്ത് ഇസ്ലാമുമായോ ഒന്ന് സഹകരിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടുമായിരുന്നു. അവർ ഒറ്റയ്ക്ക് മത്സരിച്ച് അവർ 4 സീറ്റ് കിട്ടി. ഞാൻ പറഞ്ഞാൽ അവരുടെ വോട്ട് മറ്റു സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നുവെങ്കിൽ നമുക്ക് എളുപ്പം ആ മുനിസിപ്പാലിറ്റി കിട്ടുമായിരുന്നു. ഞങ്ങളതെല്ലാം ആഗ്രഹിച്ചത്. അത് UDFൻ്റെ കോൺഗ്രസിൻ്റെയും നയമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഞങ്ങളെ ഒരു വർഗീയ കക്ഷികളാക്കി മാറ്റി നിങ്ങളങ്ങ് മുന്നോട്ട് പോകാൻ വിചാരിക്കേണ്ട. പിന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ അത് അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് അവരുമായി ബന്ധമുണ്ടാകുമ്പോഴല്ലേ, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു സഖ്യം ഉണ്ടാകുമ്പോഴല്ലേ ഞങ്ങളത് ആലോചിക്കേണ്ടത്, പരിശോധിക്കേണ്ടത്. സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുന്നു. കാര്യം ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. ശ്രീ ഷോൺ ജോർജ് ചെറുതായെന്ന് ചൂണ്ടിക്കാട്ടിയത് അക്കാര്യത്തിൽ വിശദമായൊരു ചർച്ച തന്നെ നടത്താം. കാര്യം നിങ്ങളുടെ സഹയാത്രികൻ തന്നെയായിരുന്ന ശ്രീ ആന്റണി ജോസഫ് കൊച്ചിയിൽ നിന്ന് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടു എന്നുള്ളത് മറ്റൊരവസ്ഥയിലാവാൻ ചർച്ച. അഡ്വക്കേറ്റ് രാംകുമാർ സാർ, അങ്ങേപ്പോലെ പരമോന്നത പദവിയിലിരിക്കുന്നയാൾ ഇങ്ങനെയൊന്നും പറയരുത് എന്നാണ് പറയുന്നത്. ശ്രീ നിയാസ്, അങ്ങനെയൊന്നുമില്ല. ഹലോ, എന്നോടാണോ? അതെ രാംകുമാർ സാർ, അങ്ങ് പറഞ്ഞൊന്നും ശരിയല്ല എന്നാണ് ശ്രീ PM നിയാസ് വാദിക്കുന്നത്. എനിക്ക് അതല്ല, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ അടുത്ത കാലത്ത് 2 അയ്യപ്പ സംഗമങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു. ഒന്ന് പമ്പയിലും ഒന്ന് പന്തളത്തും. ഇത് രണ്ടും സംഘടിപ്പിച്ചത് അയ്യപ്പ സേവാ സംഘമല്ല, വിശ്വ ഹിന്ദു പരിഷത്തല്ല, RSS അല്ല, BJP അല്ല. ഇത് സംഘടിപ്പിച്ചത് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് വിളക്കുകൊളുത്തിയത്. പന്തളത്ത് KPCC പ്രസിഡൻ്റാണ് ഭക്തരുടെ സംഗമത്തിൽ വിളക്കുകൊളുത്തിയത്. അദ്ദേഹത്തിന് ലീഗ് നേതാക്കന്മാരുടെ അനുമതി ഉണ്ടായിരുന്നു അല്ലേന്ന് എനിക്കറിയില്ല. ഏതായാലും ഇതാണോ ഇവർ കൊട്ടിഘോഷിക്കുന്ന മതേതരത്വം? ഭക്തരുടെ താല്പര്യമാണോ ഭക്തരുടെ വോട്ടാണോ ഈ 2 രാഷ്ട്രീയ കക്ഷികളും ലക്ഷ്യമാക്കിയത്? ഭക്തരുടെ താല്പര്യമാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംഗമം നടത്തി ഇത് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ ലക്ഷ്യം വളരെ വ്യക്തമാണ്. കപട മതേതരത്വം പറഞ്ഞ് മതം ചൂഷണം ചെയ്ത് ആ മതവിശ്വാസികളുടെ വോട്ട് നേടാനുള്ള ഏത് കുൽസിത പ്രവൃത്തികളും ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. സമയക്കുറവുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. ഷോൺ ജോർജ്, ലാസ്റ്റ് വേർഡ് 2 മിനിറ്റ്. അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ, എൻ്റെ പിതാവ് ശ്രീ PC ജോർജ് 2016 SDP പിന്തുണ മേടിച്ച് മത്സരിച്ച ആളാണ്. അത് രഹസ്യമായിട്ട് ഇതുപോലെ നിഷേധിച്ചുകൊണ്ടല്ല, SDP പിന്തുണ എന്ന് പരസ്യമായി പോസ്റ്ററിൽ എഴുതിക്കൊണ്ടാണ് നമ്മൾ മേടിച്ച് മത്സരിച്ചത്. ആ തൻ്റെ ഇടം നമ്മൾ കാണിച്ചിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞ് അഭിമന്യുവിൻ്റെ കൊലപാതകത്തോടു കൂടിയാണ് SDP ആയിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് അവരുമായിട്ടുള്ള ബന്ധമില്ലെന്ന് മാത്രമല്ല ഒരു രാജ്യവിരുദ്ധ ശക്തികളുടെയും വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരാജയം ഏറ്റുവാങ്ങിയ ആളാണ് PC ജോർജ്. അപ്പോൾ അത് ഒന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞു കാശ്മീരിൽ, സാറേ ഒന്ന് പഠിക്കണം. ഈ കാശ്മീരിലെ PDPയും ഇവിടുത്തെ മദനിയുടെ PDPയും തമ്മിൽ ഒന്നാണോ ഒന്ന് പഠിച്ചിട്ട് വേണം അദ്ദേഹം പറയാൻ. അതുപോലെ പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ് പാർട്ടി കാശ്മീരിലെ, അത് അവിടുത്തെ ഒരു പ്രാദേശിക, അവിടുത്തെ ഒരു കേരള കോൺഗ്രസ്സാണ്. ഇവിടെ PDP പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇവിടുത്തെ തീവ്രവാദ സംഘടനയായിട്ടാണ് നിങ്ങളുടെ നേതാവ് ഇവിടെ പിണറായി വിജയൻ ഇവിടെ ശംഖുമുഖത്ത് സ്വീകരണം കൊടുക്കുകയും ആ വേദി പങ്കിടുകയും ചെയ്തത് നിങ്ങളുടെ നേതാവ് പിണറായി വിജയനാണ്.
ആ പാർട്ടിയുടെ പിന്തുണയാണ് നിങ്ങൾ നിലമ്പൂർ വാങ്ങിച്ചത്. അതേ ഞാൻ പറഞ്ഞുള്ളൂ, രാജ്യവിരുദ്ധ സംഘടനകളാണ് ഒരു സംഘടനയുടെയും പിന്തുണ BJP വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കുകയില്ല. എന്തായാലും സമയം അവസാനിച്ചുകൊണ്ട് മാത്രം ഈ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എഡിറ്റേഴ്സ് ചോയ്സിൽ സഹകരിച്ച എല്ലാ അതിഥികൾക്കും അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, മോഹൻ വർഗീസ് സാർ, രാംകുമാർ സാർ, ശ്രീ റെജി ലുക്കോസ്, ശ്രീ PM നിയാസ്, മറ്റൊരവസ്ഥയിൽ ചർച്ച തുടരാം. കാര്യം ഒരുപാട് പോയിന്റ്സ് പകുതിക്ക് വെച്ച് ചർച്ച ചെയ്യാതെ വിട്ടിട്ടുണ്ട്, പലരും റേസ് ചെയ്ത് നിർത്തിയ പോയിന്റ്സ്. നന്ദി, നമസ്തേ. ജനം ടുനൈറ്റുമായി നീലിമ ചേരും.